അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര മാക്സിമാസ് പ്രൊഡ്യൂസ്ഡ് ആവും എന്നാണ്. അപ്പോൾ മാക്സിമം പ്രൊഡ്യൂസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഏതൊക്കെ പോയിൻറ്റ്സിൽ നടക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കാനായിട്ട് നമുക്ക് വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഡി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, എൻ ലാംഡ. അതായത് ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ എന്നിൻ്റെ വാല്യൂ 0 ± 1 ± 2 ± 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരുന്ന കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമാസ് കിട്ടുക. ഇതിൽ ലാംഡ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. അപ്പോൾ തീറ്റ 45 ഡിഗ്രി ആവുന്ന സമയത്ത് ഡിയുടെ വാല്യൂ വരുന്നത് 3.20 × 10⁻⁻⁴ മീറ്റർ എന്നാണ്. ഡിയുടെ അത് നമുക്ക് തന്നിട്ടുള്ളതാണ്, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. 0.320 മില്ലിമീറ്റർ. അതിനെ നമ്മൾ എന്താക്കി മാറ്റി, മീറ്ററിലേക്ക് എഴുതി മാറ്റി. ലാംഡയുടെ വാല്യൂ 500 നാനോമീറ്റർ, അത് 500 × 10⁻⁹ മീറ്റർ ആണ്. സോ എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഡി സൈൻ തീറ്റ ബൈ ലാംഡ എന്നാണ്. അതായത് 452.5 എന്നാണ് എന്നിൻ്റെ വാല്യൂ കിട്ടുന്നത്. അതായത് 0 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 45.5 ഡിഗ്രി എന്ന് പറയുന്ന ആ റേഞ്ചിനുള്ളിൽ നമുക്ക് കിട്ടുന്ന ഒരു നമ്പർ ഓഫ് മാക്സിമേഴ്സ് എന്ന് പറയുന്നത് 452 ആണ്. അതുപോലെ തന്നെ സിമെട്രി പ്രകാരം ഇതൊരു സിമെട്രിക്കൽ റേഞ്ചാണ്, 45 ഡിഗ്രി ടു 45 ഡിഗ്രി എന്ന് പറയുന്നത്. ആ സിമെട്രി പ്രകാരം ഈ -45 ഡിഗ്രി ടു 0 എന്ന് പറയുന്ന റേഞ്ചിലും എത്ര മാക്സിമാസ് ഉണ്ടായിരിക്കും, 452 മാക്സിമാസ് ഉണ്ടായിരിക്കും. ഇനി n=0 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ഇല്ലേ, n=0 വരുന്ന കണ്ടീഷൻ, അവിടെ ഒരു പ്രിൻസിപ്പൽ മാക്സിമം കൂടി ഉണ്ടായിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് മാക്സിമാസ് വിത്തിൻ ദ റേഞ്ച് -45 ഡിഗ്രി ടു 45 ഡിഗ്രി എന്ന് പറയുന്നത് 452 + 452 + 1. 452 + 452 എന്ന് പറയുന്നത് 904 ആണ്. 904 + 1 905 മാക്സിമാസ് ഉണ്ടായിരിക്കും. ഏത് റേഞ്ചിൽ, -45 ഡിഗ്രി ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 45 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിനുള്ളിൽ. അപ്പോൾ നമ്പർ ഓഫ് മാക്സിമാസ് വിത്തിൻ ദ റേഞ്ച് ഏതെങ്കിലും ഒരു തീറ്റയുടെ വാല്യൂ റേഞ്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. മാക്സിമയാണോ മിനിമയാണോ തന്നിട്ടുള്ളത് നോക്കുക. മാക്സിമയാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ എഴുതുക. മിനിമയാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ എഴുതുക. അതിൽ തന്നിട്ടുള്ള ആംഗുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ട് റേഞ്ചിലും 0 ടു പെർട്ടിക്കുലർ റേഞ്ചും 0 ടു ബാക്കിലോട്ടുള്ള റേഞ്ചിലും കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക. ഒരു എക്സ്ട്രാ മാക്സിമയുടെ വാല്യൂ കൂടി ആഡ് ചെയ്യണം. സിൻസ് n=0 എന്ന് പറയുന്നൊരു പോയിന്റിൽ ഒരു എക്സ്ട്രാ വാല്യൂ ഉണ്ടായിരിക്കും, അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മാക്സിമാസ് ഓർ മിനിമാസ് വിത്തിൻ ദാറ്റ് റേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ലെറ്റ് ദ ഇൻറ്റൻസിറ്റി ഓൺ ദ സ്ക്രീൻ അറ്റ് എ പോയിൻറ്റ് P ഇൻ എ ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ B 60.0% of the maximum value. Question number A, what is the minimum phase difference in radiance between the sources? In question number A, what is the corresponding path difference if the wavelength of the light is lambda is equal to 500 nanometer? അപ്പോൾ നമുക്ക് P എന്ന് പറയുന്നൊരു പോയിന്റ്, ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് പാറ്റേൺ തന്നെയാണ്. അതിൽ P എന്ന് പറയുന്നൊരു പോയിന്റിൽ ഇൻറ്റൻസിറ്റി മാക്സിമം വാല്യൂൻ്റെ 60% ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ A കാണാൻ പറഞ്ഞിട്ടുള്ളത് മിനിമം ഫേസ് ഡിഫറൻസ് ഇൻ റേഡിയൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റിയുടെ റിലേഷൻ എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ, I = Imax cos² δ/2 എന്നാണ്. ഇതിൽ Imax എന്ന് പറയുന്നത് മാക്സിമം ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 60% ഓഫ് ദി Imax. സോ 60/100 0.60 Imax = Imax cos² δ/2 എന്നാണ്. അതിൽ Imax ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. നമുക്ക് 0.60 = cos² δ/2 cos² δ/2 എന്നാണ് കിട്ടുന്നത്. സോ ഡെൽറ്റയുടെ വാല്യൂ 2 cos ഇൻവേഴ്സ് √0.60 എന്നാണ് വരിക. അപ്പോൾ cos ഇൻവേഴ്സ് √0.60ൻ്റെ വാല്യൂ കാണുക, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.37 rads ആണ്. ഇതാണ് മിനിമം ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ്. ഇനി പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്നത് Question number A, corresponding path difference if the wavelength of light is lambda is equal to 500 nanometer.
പാത്ത് ഡിഫറൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഫേസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2π. ആ റിലേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 500 ഇൻറ്റു 1.37 ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 109 നാനോമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പോയിന്റിലെ പെർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി റേഞ്ച് തന്നിട്ട് നിങ്ങളോട് ഡെൽറ്റ കാണാനും പാത്ത് ഡിഫറൻസ് കാണാനുമായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും. സോ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻസ് അത് 3 സ്ലിറ്റിലാണെങ്കിലും 2 സ്ലിറ്റിലാണെങ്കിലും രണ്ടിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Consider the interference pattern from the 3 slits illustrated as in the figure. Assume the openings of the individual slits are the same, less than or is equal to lambda by 2. At what value of theta is the first principal maximum? That is, the wavelets from all the 3 slits are in phase. നമുക്ക് ഒരു 3 സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ 3 സ്ലിറ്റ് ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഇൻ്റർഫറൻസ് പാറ്റേൺ ആണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ഇൻഡിവിജ്വൽ സ്ലിറ്റ്സ് തമ്മിലുള്ള ഓപ്പണിങ്സ് എല്ലാം തന്നെ സെയിം ആണെന്ന് വിചാരിക്കാം. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ബൈ 2, ഹാഫ് വേവ് ലെങ്ത്തിനേക്കാൾ കുറവുള്ള ഒരു സ്ലിറ്റ് ഓപ്പണിംഗ് ആണ് എല്ലാത്തിനും ഉള്ളത് എന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്ത് വരുമ്പോഴാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം ഒക്വർ ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. സോ വേവ്ലെറ്റ്സ് എല്ലാം തന്നെ ഇൻ ഫേസാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഔട്ട് ഓഫ് ഫേസ് അല്ല, ഇൻ ഫേസാണ്, സെയിം ഫേസിലാണ്. അപ്പോൾ ഓരോ സ്ലിറ്റ്സും ഇൻഡിവിജ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന E1, E2, E3 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ്സിൻ്റെ റിസൾട്ടൻറ്റ് അഥവാ സം ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്സ് എന്ന് പറയുന്നത് E ഓഫ് തീറ്റയാണെന്ന് വിചാരിക്കുക. E ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3, അതായത് A പ്ലസ് AE റേസ് ടു I ഡെൽറ്റ പ്ലസ് AE റേസ് ടു I 5/2 ഡെൽറ്റ കിട്ടി. ഇവിടെ ലാംഡയുടെ വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? 2π d sin തീറ്റ ബൈ ലാംഡ. 3 സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഡെൽറ്റയുടെ വാല്യൂ ഇങ്ങനെയാണ് വരിക. സോ ടോട്ടൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? സ്ക്വയറാണ്. ഈ തീറ്റ സ്ക്വയറാണ്. ഈ തീറ്റ സ്ക്വയർ ആയതുകൊണ്ട് മറ്റേ ഈ തീറ്റയുടെ സ്ക്വയർ ഇക്വേഷൻ എടുക്കുക നമ്മൾ. സ്ക്വയർ ഇക്വേഷൻ എടുത്തതിന് ശേഷം തീറ്റ ഈക്വൽ ടു 0 വരുന്ന കണ്ടീഷനിൽ I of 0 വരുന്ന സമയത്ത് 9a² ആണ് വരുന്നത്. സോ പ്രിൻസിപ്പൽ മാക്സിമം ഒക്കർ ചെയ്യുന്നത് ഡെൽറ്റ ഈക്വൽ ടു 2πയിലാണ്. I of തീറ്റയുടെ വാല്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഡെൽറ്റയുടെ വാല്യൂ 2π ഇട്ട് കൊടുക്കുന്ന സമയത്താണ് പ്രിൻസിപ്പൽ മാക്സിമം എന്ത് വരുന്നത്? മാക്സിമം വരുന്നത്. സോ 2π d sin തീറ്റ 1 ബൈ ലാംഡ ഇസ് ഈക്വൽ ടു 2π, അഥവാ തീറ്റ 1ൻ്റെ വാല്യൂ sin തീറ്റ 1ൻ്റെ വാല്യൂ നിയർലി ഈക്വൽ ടു ലാംഡ ബൈ d ആണ്. ആ കണ്ടീഷനിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം. നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ മാക്സിമം വരുന്ന കണ്ടീഷൻ ഏതാന്ന് നോക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ 2π വരുന്ന സമയത്താണ് മാക്സിമം വാല്യൂ വരുന്നത്. സോ അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൽ നിന്നാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two monochromatic light waves of amplitude A and 2A interfering at a point have a phase difference of 60 degrees. The intensity at that point will be proportional to option A 3a², option B 5a², option C 7a², option D 9a². സോറി, അപ്പം നമുക്ക് രണ്ട് മോണോക്രോമാറ്റിക് ലൈറ്റ് വേവ്സ് സെയിം വേവ് ലെങ്ത് ഉള്ള രണ്ട് ലൈറ്റ് വേവ്സ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A ആണ്, എയും 2a ആണ്. അതൊരു പോയിന്റിൽ പരസ്പരം ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുന്ന പോയിന്റിൽ അവർക്കൊരു ഫേസ് ഡിഫറൻസ് 60 ഡിഗ്രി ഉണ്ട്. സോ ആ പോയിന്റിലെ ഇൻറ്റൻസിറ്റി എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ലൈറ്റ് വേവ്സ് എന്തായിരിക്കും? ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ആയിരിക്കുന്ന സമയത്ത് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? സൂപ്പർപോസിഷൻ തിയറം പ്രകാരം a1² പ്ലസ് a2² പ്ലസ് 2a1 a2 കോസ് ഡെൽറ്റ. ഇവിടെ a1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആണ്, a2 എന്ന് പറയുന്നത് 2a ആണ്, ഡെൽറ്റയുടെ വാല്യൂ 60 ഡിഗ്രിയാണ്.
ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5a² + 4a² × 1/2. 2 4 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി, അവിടെ 2a² എന്ന് വരും. സോ 5a² + 4a² എന്നുള്ളത് 2a² എന്നുള്ളത് 7a² എന്ന് കിട്ടും. സോ r² = 7a². ഇപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇൻറ്റൻസിറ്റി. സോ I പ്രൊപ്പോർഷണൽ ടു 7a². സോ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. The intensity of light emerging from one slit in a Young's double slit interference setup is 4 times that of each other. The ratio of maximum intensity of minimum intensity in the fringe pattern. Maximum intensity to minimum intensity യിലുള്ള റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ലിറ്റിൽ നിന്നും വരുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് മറ്റൊരു സ്ലിറ്റിൽ നിന്ന് വരുന്ന ഇൻറ്റൻസിറ്റിയുടെ 4 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. യങ്സ് ഡബിൾ സ്ലിറ്റ് ഇൻ്റർഫറൻസ് സെറ്റപ്പ് ആണ്. അപ്പോൾ ഇതിലെ റേഷ്യോ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ A1 A2 ആണ് നമ്മുടെ രണ്ട് റേസിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി ടു മിനിമം ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു A1 + A2² / A1 - A2². ഇതിൽ I1/I2 എന്നുള്ളത് 4 എന്ന് തന്നിട്ടുണ്ട്. സോ A1² / A2² എന്നുള്ളത് എന്തായിരിക്കും? = 4 ആയിരിക്കും. സോ A1/A2 എന്നുള്ളത് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്യുക? A2 വെച്ച് രണ്ട് ഇക്വേഷനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക. സോ 1 + A1/A2 / A1/A2 - 1² എന്ന് കിട്ടും. A1/A2ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 3² / 1² അഥവാ 9:1 എന്നാണ് Imax to Imin കിട്ടുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് അഥവാ ഇൻ്റർഫറൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ആസ് ഇറ്റ് ഇസ് ഏബിൾ ടു സ്കോർ ഫ്രം മാത്തമെറ്റിക്കൽ ഫിസിക്സ്. മാത്തമെറ്റിക്കൽ ഫിസിക്സിൽ നിന്ന് സ്കോർ ചെയ്യാനും അതുപോലെ വേവ്സിൽ നിന്ന് സ്കോർ ചെയ്യാൻ, വേവ്സിൽ പ്രത്യേകിച്ച് ഡോപ്ലർ ഇഫക്റ്റ് എന്നൊക്കെ സ്കോർ ചെയ്യാൻ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരു സെക്ഷനാണ് ഇൻ്റർഫറൻസ്. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും കൂടാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെ ഡൗട്ടും കൂടെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ആർ ഏബിൾ ടു ഡൂ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സീറ്റ് കിട്ടാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. പക്ഷേ പ്ലീസ് ഡോണ്ട് സ്പോയിൽ ഇറ്റ്. എനിക്കിത് പറ്റില്ല എന്ന് മനസ്സിനെ വിചാരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അത് പിന്നെ വേറെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബിലീവ് ഇൻ യുവർ സെൽഫ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Coherent monochromatic light beams of intensities I and 4I are superposed. The maximum and minimum possible intensities in the resultant beam are. അപ്പോൾ നമുക്ക് രണ്ട് കൊഹറൻ്റ് ആയിട്ടുള്ള, അതായത് സെയിം ഫ്രീക്വൻസി ഉള്ള മൊണോക്രോമാറ്റിക് ആയിട്ടുള്ള സെയിം വേവ് ലെങ്ത് ഉള്ള രണ്ട് ലൈറ്റ് ബീംസ്, അതിൻ്റെ ഇൻറ്റൻസിറ്റി Iയും 4Iയും ആണ്. ഇവരെ പരസ്പരം നമ്മൾ എന്ത് ചെയ്തു? സൂപ്പർപോസ് ചെയ്തു. അങ്ങനെ സമയത്ത് ആ ഒരു സൂപ്പർപോസ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന മാക്സിമം പോസിബിൾ ഇൻറ്റൻസിറ്റിയുടെയും മിനിമം പോസിബിൾ ഇൻറ്റൻസിറ്റിയുടെയും വാല്യൂസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. I എന്ന് പറയുന്നത് മാക്സിമം വരുന്ന സമയത്ത് √I + I1 + I2, അതിൻ്റെ വാല്യൂ √4I + √I. √4I + √I എന്ന് പറയുന്നത് എന്താ വരിക? 9I എന്ന് വരും. സ്ക്വയർ എടുക്കണം കേട്ടോ. ഇനി √I1 - √I2 √4I - √I എന്ന് പറയുന്നത് ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് √I എന്ന് കിട്ടും. സോ ഇതിൻ്റെ വാല്യൂ 9Iയും I എന്നുമാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് സ്ലിറ്റ്സ് ഓഫ് ഈക്വൽ വിഡ്സ്, വൺ സ്ലിറ്റ് ഇസ് മെയ്ഡ് ട്വൈസ് ദ വൈഡ് ആസ് ദി അതർ. ദെൻ ഇൻ ദ ഇൻ്റർഫറൻസ് പാറ്റേൺ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് ഒരു സ്ലിറ്റും മറ്റേ സ്ലിറ്റും സെയിം വിഡ്ത്തായിരിക്കും, ഈക്വൽ വിഡ്ത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരു സ്ലിറ്റിനെ ട്വൈസ് ആസ് വൈഡ് ആസ് ദി അതർ ആക്കിയിട്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർഫറൻസ് പാറ്റേണിൽ എന്ത് ഡിഫറൻസ് ആണ് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈക്വൽ വിഡ്ത്ത് ആവുന്ന കണ്ടീഷനിൽ ഐയുടെ വാല്യൂ പ്രൊപ്പോർഷണൽ ടു √I1 + √I2 ആണ്. പ്രൊപ്പോർഷണൽ ടു ഇവിടെ എന്താ വരുന്നത്? 4I നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
2 ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 2 ടൈംസ് എന്നുള്ളതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4i എന്ന് വരും. അഥവാ 4ki എന്ന് എടുക്കാം. ഇനി മിനിമം വാല്യൂ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ അത് 0 കിട്ടി. സെക്കൻഡ് കേസിൽ i1/i2 എന്നുള്ളത് നമുക്ക് എന്താ വേണ്ടി കിട്ടിയിരിക്കുന്നത്? 1/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ i2 = 2i1 എന്ന് എടുക്കാം നമുക്ക്. അതായത് i' = k √i1 + i2 √i2. i' = k × √i + √2i. അപ്പോൾ ki × 1 + √2 എന്ന് എടുക്കാം നമുക്കതിനെ. അപ്പോൾ ki1 × 2.414 ഹോൾ സ്ക്വയർ = എന്ത് കിട്ടും? 5.8 ki1 എന്ന് കിട്ടും. ഈ i' വാല്യൂ മിനിമം എടുക്കുന്ന സമയത്ത് k ഓഫ് √i - √i ഹോൾ സ്ക്വയർ. ഇതിൽ വീണ്ടും i1നും i2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് 0.17 ki1 എന്ന് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് i' മാക്സ് എന്ന് പറയുന്നത് i' മിനിമത്തിന് i മാക്സിനേക്കാൾ കൂടുതലാണ്. 4ഉം 2ൽ നിന്നും i' മിനിമം i മിനിമത്തിനേക്കാൾ കൂടുതലാണ്. സോ സെക്കൻഡ് അതായത് രണ്ട് വിഡ്ത്തിൻ്റെയും ഒരു വിഡ്ത്ത് ട്വൈസ് ആസ് അതർ ആക്കി മാറ്റുന്ന സമയത്ത് സെക്കൻഡ് കിട്ടുന്ന കണ്ടീഷനിലെ മാക്സിമം മിനിമവും തമ്മിൽ എന്തുണ്ടായിരിക്കും? ഫസ്റ്റ് കിട്ടുന്ന i മാക്സിനെയും മിനിമത്തിനും നിന്നും വ്യത്യാസം ഉണ്ടായിരിക്കും. സെക്കൻഡ് കിട്ടുന്ന മാക്സിമം മിനിമം ആയിരിക്കും ഫസ്റ്റ് കിട്ടുന്ന മാക്സിമത്തിനേക്കാളും മിനിമത്തിനേക്കാളും കൂടുതൽ. So option A ആണ് കറക്റ്റ് ആൻസർ. ദ ഇൻറ്റൻസിറ്റി ഓഫ് ബോത്ത് ദ മാക്സിമ ആൻഡ് ദ മിനിമ വിൽ ഇൻക്രീസ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 beams of light having intensities I and 4i interfere to produce a fringe pattern on a screen. The phase difference between the beams is pi/2 at point A and pi at point B. Then the difference between the resultant intensities at A and B is. നമുക്ക് 2 ബീംസ് ഓഫ് ലൈറ്റ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റൻസിറ്റീസ് i and 4i ആണ്. ഇവർ പരസ്പരം ഇൻ്റർഫിയർ ചെയ്ത് ഒരു ഫ്രിഞ്ച് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു സ്ക്രീനിൻ്റെ മുകളിൽ ഒരു ഫ്രിഞ്ച് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫ്രിഞ്ച് പാറ്റേണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ബീംസിൻ്റെ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് pi/2 അറ്റ് പോയിൻറ്റ് എയും pi അറ്റ് പോയിൻറ്റ് ബിയും ആണ്. അപ്പോൾ റിസൾട്ടൻറ്റ് ആ ഒരു വേവ് ഇൻറ്റൻസിറ്റീസിൻ്റെ ഫേസ് ഡിഫറൻസ് അറ്റ് എ ആൻഡ് ബി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. i റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് i1 + i2 + 2 √i1i2 cos phi എന്നാണ്. അപ്പോൾ അറ്റ് എ phi = pi/2 ആയ കാരണം ia = എന്ത് കിട്ടും നമുക്ക്? i + 4i = 5i എന്ന് കിട്ടും. i1ൻ്റെ വാല്യൂ i ഇട്ട് കൊടുക്കുക, i2ൻ്റെ വാല്യൂ 4i ഇട്ട് കൊടുക്കുക. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിൽ phi = pi ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ i1 എന്നാണ് കിട്ടുന്നത്. i എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? i - i അഥവാ ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് 4i എന്നാണ് വരുന്നത്. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റീസ് അറ്റ് പോയിൻറ്റ് എ ആൻഡ് ബിയിലെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റീസ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ വാല്യൂ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 4i എന്നാണ് വാല്യൂ വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 light waves having their intensities in the ratio 16:9 interfere to produce interference pattern. What is the ratio of maximum intensity to minimum intensity in this pattern? രണ്ട് ലൈറ്റ് വേവ്സ് അവരുടെ ഇൻറ്റൻസിറ്റീസ് 16:9 റേഷ്യോയിലാണ് നിൽക്കുന്നത്. ഇവർ പരസ്പരം ഇൻ്റർഫിയർ ചെയ്ത് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റി ടു മിനിമം ഇൻറ്റൻസിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. i1ഉം i2 ആണ് രണ്ട് വേവ്സിൻ്റെയും ഇൻറ്റൻസിറ്റി എന്നുണ്ടെങ്കിൽ i max/i minimum എന്ന് പറയുന്നത് √i1 + √i2 ഡിവൈഡഡ് ബൈ √i1 - √i2 ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന ഇക്വേഷനാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? √i2 വെച്ച് രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ കിട്ടുന്ന നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് √i1/√i2 + 1 ഡിവൈഡഡ് ബൈ √i1/√i2 - 1 ഹോൾ സ്ക്വയർ. ഇതിൽ √i1/√i2ൻ്റെ വാല്യൂ 16/9 എന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 16/9 അണ്ടർ സ്ക്വയർ റൂട്ട് +1 ഡിവൈഡഡ് ബൈ 16/9 അണ്ടർ സ്ക്വയർ റൂട്ട് -1 ഹോൾ സ്ക്വയർ ആണെന്ന് ആയിട്ട് മാറി എന്തെന്ന് പറയുന്നത് i max/i minimum എന്നുള്ളത്. 16/9 സ്ക്വയർ റൂട്ട് എടുത്താൽ 4/3 എന്ന് കിട്ടും. 4/3 + 1 ഡിവൈഡഡ് ബൈ 4/3 - 1. ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 4 + 3/3
അതായത് 7/3 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3/3, സോ 1/3. 3 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. 7/1 ഹോൾ സ്ക്വയർ അഥവാ 49:1 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഐമാക്സ് ഇസ് ടു ഐ മിനിമത്തിൻ്റെ റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 coherent light beams are made to interfere and produce interference fringes. If the intensity of one beam is double that of the other, what will be the visibility of fringes? ഇപ്പോൾ 2 കൊഹറൻറ്റ് ബീംസ്, സെയിം ഫ്രീക്വൻസി ഉള്ള 2 ബീംസിനെ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യിപ്പിച്ചു. അങ്ങനെ ഇൻ്റർഫിയർ ചെയ്ത സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ്ഡായി, ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് പ്രൊഡ്യൂസ്ഡായി. ഒരു ബീമിൻ്റെ ഇങ്ങനെ പ്രൊഡ്യൂസ്ഡായ ഇൻറ്റൻസിറ്റി ഓഫ് വൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി ഡബിൾ ദാറ്റ് ഓഫ് ദി അതർ ആണെങ്കിൽ ഫ്രിഞ്ചസിൻ്റെ വിസിബിലിറ്റി എന്തായിരിക്കും, എത്രത്തോളം കാണാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഐമാക്സ് മൈനസ് ഐ മിനിമം ബൈ ഐമാക്സ് പ്ലസ് ഐ മിനിമം എന്നുള്ള ഇക്വേഷനാണ് എടുക്കുക. ഐമാക്സ് എന്ന് പറയുന്നത് A1 + A2 ഹോൾ സ്ക്വയർ, ഐ മിനിമം A1 - A2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 + A2 ഹോൾ സ്ക്വയർ പ്ലസ് A1 - A2 ഹോൾ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് A1 + A2 ഹോൾ സ്ക്വയർ എന്നുള്ളതിന് A1 സ്ക്വയർ + A2 സ്ക്വയർ + 2A1A2 മൈനസ് A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ പ്ലസ് 2A1A2. അപ്പോൾ ഇതിൽ 4A1A2 എന്നുള്ളത് മാത്രമാണ് ബാക്കി വരിക. A1 സ്ക്വയറും A2 സ്ക്വയറും പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. താഴെ നോക്കുകയാണെങ്കിൽ A1 സ്ക്വയർ + A2 സ്ക്വയർ പ്ലസ് 2A1A2 പ്ലസ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ മൈനസ് 2A1A2. അപ്പോൾ 2A1A2 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. 2 × A1 സ്ക്വയർ + A2 സ്ക്വയർ എന്നാണ് താഴെ വരിക. അപ്പോൾ ഇതിൽ 4ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി 2√I1I2 ഡിവൈഡഡ് ബൈ 2 × A1 സ്ക്വയർ + A2 സ്ക്വയർ എന്ന് കിട്ടും. ഇങ്ങനെ എടുക്കാൻ കാരണം A1 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു √I1 ആണ്, A2 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു √I2 ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഇതിൽ I1 എന്ന് പറയുന്ന Iയും I2 എന്ന് പറയുന്നത് 2I ആവുന്ന കണ്ടീഷനിൽ വിസിബിലിറ്റി 2√2/3 എന്നാണ് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. അപ്പോൾ വിസിബിലിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐമാക്സ് മൈനസ് ഐ മിനിമം ഡിവൈഡഡ് ബൈ ഐമാക്സ് പ്ലസ് ഐ മിനിമം എന്നുള്ള ഇക്വേഷനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. In Young's double slit experiment, 12 fringes are observed to be formed in a certain segment of the screen when light of wavelength 600 nanometer is used. If the wavelength of light is changed to 400 nanometer, the number of fringes observed in the same segment of the screen is option A 12, option B 18, option C 24, option D 30. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റപ്പാണ്. ഇതിൽ 12 ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് സർട്ടൺ സെഗ്മെൻറ്റ് ഓഫ് സ്ക്രീനിലാണ് ഫോം ചെയ്യുന്നത്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് 600 നാനോമീറ്റർ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്. ഇനി ഈ വേവ് ലെങ്ത്തിനെ നമ്മൾ 400 നാനോമീറ്ററിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം സെഗ്മെൻറ്റ് ഓഫ് സ്ക്രീനിൽ നമുക്ക് എത്ര ഫ്രിഞ്ചസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാൻ. ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ. അതിൻ്റെ ഇക്വേഷൻ എന്താ, λd/d, λD/d ആണ്. അപ്പോൾ y എന്ന് പറയുന്നതാണ് നമ്മുടെ 12 ഫ്രിഞ്ച് ഉൾപ്പെടുന്ന സ്ക്രീൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ y = 12 ബീറ്റ. അങ്ങനെ ആ ലെങ്ത്തിനെ നമുക്ക് 12 ബീറ്റ ആയിട്ട് എടുക്കാം. കാരണം 12 ഫ്രിഞ്ച് പ്രൊഡ്യൂസ് ചെയ്യണു. ഫ്രിഞ്ച് വിഡ്ത്ത് 12 ആണെന്നുണ്ടെങ്കിൽ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ 12 ഫ്രിഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും, y = 12 ബീറ്റ ആയിരിക്കും. സോ 12 × λ1d/d എന്ന് കിട്ടി. λ1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഉപയോഗിച്ച വേവ് ലെങ്ത്ത്. ഇനി ക്യാപിറ്റൽ N ഫ്രിഞ്ചസ് λ2 വേവ് ലെങ്ത്ത് വരുന്ന സമയത്ത് സെയിം സെഗ്മെൻറ്റ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ n × λ2d/d = 12 × λ1D/d വരും. കാരണം എന്താ, സെയിം ലെങ്ത് ആണ്. സോ ഈ രണ്ട് ലെങ്ത്തും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ അതിൽ ക്യാപിറ്റൽ D ക്യാൻസൽ ഔട്ട് ചെയ്യും, സ്മോൾ d ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. ക്യാപിറ്റൽ Nൻ്റെ വാല്യൂ വരുന്നത് λ1/λ2 × 12 എന്നാണ് വരിക. സോ 12 ഫസ്റ്റ് 600 നാനോമീറ്റർ 600 × 10⁻⁹ ഡിവൈഡഡ് ബൈ 400 × 10⁻⁹ × 12 10⁻⁹ 10⁻⁹ രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. 600ൻ്റെയും 400ൻ്റെയും 2 0 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. 6ഉം 4ഉം ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ 3/2
3/2 2ഉം 12ഉം ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ അത് 6 ആയിട്ട് പോകും. 6 × 3 18. ഇപ്പോൾ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് വെൻ 400 നാനോമീറ്റർ വേവ് ലെങ്ത് ലൈറ്റ് ഇസ് യൂസ്ഡ് ഇസ് 18. അപ്പോൾ 18 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ ബി ആണ്. The interference pattern is obtained using a yellow light of wavelength 6000 angstrom in which 20 equally spaced fringes occupy 2 cm on the screen. On replacing the yellow source by another monochromatic source but making no other changes, it is noticed that 30 fringes occupy 2.4 cm on the screen. What is the wavelength of the second source? അപ്പോൾ നേരത്തെ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാതെ, ഇപ്പോൾ രണ്ട് സോഴ്സും തമ്മിലുള്ള സെപ്പറേഷൻ ക്യാപിറ്റൽ ഡി ആണെന്നുണ്ടെങ്കിൽ ഫ്രിഞ്ചസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? അതാണ് ഫ്രിഞ്ച് വിഡ്ത്ത്. അതിൻ്റെ വാല്യൂ വരിക ബീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്നാണ്. സോ ബീറ്റ ബൈ ലാംഡ എന്ത് വരും? ക്യാപിറ്റൽ ഡി ബൈ ഡി എന്ന് സ്മോൾ ഡി എന്ന് എടുക്കാം. ഡി എന്ന് പറയുന്നത് സോഴ്സസ് തമ്മിലുള്ള സെപ്പറേഷനാണ്. ഡിയും ക്യാപിറ്റൽ ഡിയും ഫിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഷ്യോ, ഒരു പ്രൊപ്പോർഷണാലിറ്റി റേഷ്യോ എങ്ങനെ എടുക്കാം? ബീറ്റ 1 ബൈ ലാംഡ 1 ഇസ് ഈക്വൽ ടു ബീറ്റ 2 ബൈ ലാംഡ 2. ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കേസിൽ 20 ഫ്രിഞ്ച് 2 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. സോ ബീറ്റ 1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 20 ബൈ 2 സെൻറ്റിമീറ്റർ എന്നല്ലേ തന്നിരിക്കുന്നത്. സോ 20 ബൈ 2 എന്ന് എടുക്കുന്നത് അത് നമുക്ക് 0.1 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും ബീറ്റ 1ൻ്റെ വാല്യൂ. സെക്കൻഡ് കേസിൽ 30 ഫ്രിഞ്ച് 2.4 സെൻറ്റിമീറ്റർ ആണ് കവർ ചെയ്യുന്നത്. 30 ഫ്രിഞ്ച് 2.4 സെൻറ്റിമീറ്റർ. സോ ബീറ്റ 2ൻ്റെ വാല്യൂ വരുന്നത് 24/30, 0.08 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ ഉപയോഗിച്ച് ലാംഡ 2 ഇസ് ഈക്വൽ ടു എന്ത് വരും? ബീറ്റ 2 ബൈ ബീറ്റ 1 ഇൻറ്റു ലാംഡ 1. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 6000 ഇൻറ്റു 0.008 ഡിവൈഡഡ് ബൈ 0.10, നമുക്ക് 4800 ആംസ്ട്രോങ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനിൽ ഉപയോഗിച്ച വേവ് ലെങ്ത് എന്ന് പറയുന്നത് 4800 ആംസ്ട്രോങ് ആണ്. എല്ലാം ഒരൊറ്റ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി മാറ്റി റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു മാത്രം. അപ്പോൾ ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇന്നത്തെ ക്ലാസ് നിർത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, bichromatic light of wavelengths 400 nanometer and 560 nanometers are used. The distance between the slits is 0.1 millimeter and the distance between the slits and the screen is 1 meter. The minimum distance between two minima is. നമുക്ക് സാധാരണ മോണോക്രോമാറ്റിക്കിൻ്റെ കണ്ടീഷനാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇവിടെ ബൈക്രോമാറ്റിക് ആണ്. 2 വേവ് ലെങ്ത് ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിൽ. ഒന്ന് 400 നാനോമീറ്ററും ഒന്ന് 560 നാനോമീറ്ററും. ഈ സ്ലിറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി 0.1 മില്ലിമീറ്റർ ആണ്. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി 1 മീറ്റർ ആണ്. 2 മിനിമാസ് തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. മിനിമ അഥവാ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? yn d ബൈ ക്യാപിറ്റൽ ഡി is equal to 2n+1 ലാംഡ ബൈ 2. 2 വേവ് ലെങ്ത് ഉള്ള കാരണം yn d ബൈ ക്യാപിറ്റൽ ഡി is equal to 2n+1 ലാംഡ 1 ബൈ 2. yn d ബൈ ക്യാപിറ്റൽ ഡി is equal to 2m+1 ലാംഡ 2 ബൈ 2. അപ്പോൾ ഈ yn is equal to ym എന്നുള്ള കണ്ടീഷനിൽ 2n+1 ലാംഡ is equal to 2m+1 ലാംഡ എന്ന് എടുക്കാം. ലാംഡ 1 is equal to 2m+1 ലാംഡ 2 എന്ന് എടുക്കാം. ഇവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്തതാണ് കേട്ടോ. അതിൽ 2 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. സോ 2n+1 ഡിവൈഡഡ് ബൈ 2m+1 is equal to ലാംഡ 2 ബൈ ലാംഡ 1. ഇത് 7/5 എന്ന് കിട്ടും. 560 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ 400 നാനോമീറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ 7/5 എന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് 7m+1 ഡിവൈഡഡ് ബൈ 5 എന്നാണ്. അപ്പോൾ ഇതിൽ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിബിൾ വാല്യൂസ് കിട്ടുന്നത് n1 is equal to 3, m1 is equal to 2, n2 is equal to 10, m2 is equal to 7. അങ്ങനത്തെ ഒരു റിലേഷനാണ്. 3, 2, 10, 7 അങ്ങനത്തെ റിലേഷനാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ മിനിമ ഓഫ് ബോത്ത് വേവ് ലെങ്സ് കോയിൻസൈഡ് ചെയ്യുന്ന ഏരിയയിൽ എന്തായിരിക്കും? 2 വേവ് ലെങ്ത്തിൻ്റെയും മിനിമം കോയിൻസൈഡ് ചെയ്യുന്ന സ്ഥലത്ത് ടോട്ടൽ ഡാർക്ക്നെസ് ആയിരിക്കും.
അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് കിട്ടാനായിട്ട് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ലാംഡ 1d ബൈ സ്മോൾ ഡി ഇൻറ്റു n2 പ്ലസ് 1/2 മൈനസ് ലാംഡ 1d ബൈ സ്മോൾ ഡി ഇൻറ്റു n1 പ്ലസ് 1/2. ഒരു വേവ് ലെങ്ത്തിൻ്റെ വാല്യൂ എടുത്തു 2 മിനിമം എടുത്തു. അത് കിട്ടുമ്പോൾ നമുക്ക് ലാംഡ 1d ബൈ സ്മോൾ ഡി ഇൻറ്റു n2 മൈനസ് n1 എന്നാണ് കിട്ടുന്നത്. n2ൻ്റെ വാല്യൂ 10 ആണ്, n1ൻ്റെ വാല്യൂ 3 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണു. സോ 28 മീറ്റേഴ്സ് എന്നാണ് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, പ്ലസ് ഒരു 3 എക്സാമ്പിളും ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ 13 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി പ്രോബ്ലംസ് ഉണ്ട് ഫ്രം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ഇൻ്റർഫറൻസ്. അത് നമുക്ക് നാളെ ചെയ്യാം, നാളത്തെ ക്ലാസ്സിൽ. പിന്നെ നമുക്ക് ഒപ്റ്റിക്സിലെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.